الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكل أمة أجل فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹുവിൻ്റെ ആ വസിയ്യത്തിനെ നമുക്ക് സ്വീകരിക്കണം. സഹോദരങ്ങളെ, വളരെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് സംഭവങ്ങൾ, നമ്മുടെ ഈ പ്രദേശത്തുണ്ടായ രണ്ട് സംഭവങ്ങളാണ് എന്നുള്ള നിലക്ക് നമ്മളൊക്കെ വിചാരപ്പെടേണ്ട ആലോചനകളും ഈമാനിയാത്ത് വർദ്ധിപ്പിക്കാൻ തക്കതായ നിലക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്ന നിലയിൽ ചില കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് സ്വന്തത്തിലാണെങ്കിലും ശരി, ഇനി അതല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലോ തൊട്ടടുത്തോ ഒക്കെ അനുഭവിക്കുന്ന സംഭവങ്ങളോ അനുഭവങ്ങളോ അതൊക്കെ തീർച്ചയായിട്ടും നമ്മെ വല്ലാതെ ആലോചിപ്പിക്കുകയും ഒരുപാട് ചിന്തകൾക്ക് നമുക്ക് വിഷയമുണ്ടാക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത സ്കൂള്, പുല്ലൂർ സ്കൂളിലെ രണ്ട് സംഭവങ്ങളിൽ ഒന്ന്, ഒരു കരൾ രോഗം ബാധിച്ച കുഞ്ഞിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു ഖുതുബയിൽ നമ്മൾ ആ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ കുട്ടിക്ക് വേണ്ടി കൈകോർക്കേണ്ടതിനെ കുറിച്ച്, ആ കുടുംബത്തിന് വേണ്ടി കൈകോർക്കേണ്ടതിനെ കുറിച്ചൊക്കെ, അങ്ങനെ അതേക്കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു. ആ കുഞ്ഞ് ക്രിട്ടിക്കലായിട്ടുള്ള ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി തിരിച്ചെത്താൻ അവർക്ക് രണ്ടു പേർക്കും, ആ കുടുംബത്തിനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ നമ്മൾക്കറിയാം, നമ്മൾ എന്തുകൊണ്ട് ഇതിന് വേണ്ടി കൈകോർത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഒരു വലിയ സഹകരണത്തിന്റെ പാഠം ആ വിഷയത്തിൽ തീർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സഹകരണത്തിന്റെ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആശയം, പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുള്ള ഒരു ആശയം, ഒരു ജീവൻ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാണ് ആ മേഖലയിലേക്ക് ഇങ്ങനെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും മനുഷ്യ മനസ്സുകൾ, പ്രത്യേകിച്ച് സത്യവിശ്വാസികളുടെ മനസ്സുകൾ അതിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നത്. ഖുർആനിൽ പറഞ്ഞല്ലോ, സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ ആയത്തിൽ, മൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ എന്നുള്ള ഒരു പ്രയോഗം, അല്ലെങ്കിൽ ആ ഭാഗം ഒരുപാട് കേൾക്കുന്ന ഒരു ഭാഗമാണ്. മനുഷ്യ ജീവനിൽ നിന്ന് ഒരു ജീവനെ ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ സർവ മനുഷ്യന്മാരെയും രക്ഷപ്പെടുത്തിയതുപോലെയുള്ള ഒരു പ്രവർത്തനമായിരിക്കും അത് എന്നുള്ളതാണ്. അപ്പൊ ഒരു വലിയ സഹകരണത്തിന്
നമുക്ക് മോട്ടീവാകുന്ന, പ്രചോദനമാകുന്ന ഒരു വലിയ പാഠം ആ ആയത്തിലുണ്ട്. ഇനി നമ്മളെങ്ങാനും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു വിലപ്പെട്ട ജീവനാണ് എന്ന് മനസ്സിലാക്കി ആ വിലപ്പെട്ട ജീവനെ രക്ഷപ്പെടുത്താൻ അതിനെ അപകടത്തിലേക്ക് പോകുന്നിടത്ത് നിന്ന് ഇത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് ഇതിന് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നമ്മളൊന്നും ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത സ്കൂളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനത്തെ ആ ഒരു വിഷയത്തിൽ നമ്മൾ ആരും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ ഒരു ഉറപ്പുണ്ട്, അതിന്റെ പേരിൽ വലിയൊരു കുറ്റക്കാരാകും നമ്മൾ. കാരണം എൻ്റെ വീട്ടിലല്ല എന്നുള്ള നിലക്ക് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എൻ്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആ കുടുംബത്തിന്റെ കാര്യം നോക്കട്ടെ എന്നുള്ള നിലക്ക് ആ കുട്ടിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെയും കാര്യത്തിലേക്ക് അങ്ങനെ വിടാം. പക്ഷെ നമ്മൾ വലിയ കുറ്റക്കാരാകും എന്നുള്ളത് ഒരു ഉറപ്പ് തന്നെയാണ്. കാരണം നമുക്കൊരു വലിയ സാമൂഹിക ബാധ്യതയുണ്ട്. നേരത്തെ കേട്ട ആ ആയത്തിന്റെ ഭാഗത്ത് തന്നെ തുടർച്ച അതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു മനുഷ്യജീവൻ, ആ മനുഷ്യജീവനെ ആരെങ്കിലും അപായപ്പെടുത്തുകയാണെങ്കിൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ എന്നുകൂടി അതേ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജീവനെ അപായപ്പെടുത്തുന്ന, കൊല്ലുന്ന, വധിക്കുന്ന തരത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ജീവൻ അപഹരിക്കപ്പെടുന്നിടത്തേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ സർവ മനുഷ്യന്മാരെയും കൊന്നതുപോലെ ഒരു കാര്യമായിരിക്കും, ഒരു ഗുരുതരമായ പാതകമായിരിക്കും അത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തിലൊക്കെ സഹകരണം, സഹായം ഉണ്ടാവുക സത്യവിശ്വാസികളുടെ ഒരു വലിയ നല്ല മനസ്സിന്റെയും ഖുർആനിന്റെ ആയത്തുകളൊക്കെ ഉൾക്കൊള്ളതിന്റെയും ഒരു വലിയ പ്രതിപ്രവർത്തനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മളിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നേർക്കുനേരെ നേർസാക്ഷ്യമായിക്കൊണ്ട് നമ്മൾ പലപ്പോഴായി കാണുന്നൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിലെ 72-ാമത്തെ ഒരു ഭാഗത്ത്, ആയത്തിന്റെ ഒരു ഭാഗത്ത് അള്ളാഹു നമ്മോട് ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സഹായങ്ങൾ, സഹകരണ മനോഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകേണ്ടതിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ അവരെയൊക്കെ സഹായിക്കുകയാണെങ്കിൽ, ഘട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണെങ്കിലും കോമൺ ആയിട്ട് ആ ആയത്തിനെടുത്ത് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ പ്രയാസപ്പെടുന്നിടത്ത്, ബുദ്ധിമുട്ടനുഭവിക്കുന്നിടത്ത് നിങ്ങൾ കൈകോർത്ത് ഒരു സഹായത്തിന്റെ മനോഭാവത്തോടുകൂടി സഹകരണത്തിന്റെ പാന്താവിലൂടെ നിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അത് ഫിദ്ദീൻ, മതത്തിന്റെ താല്പര്യം എന്നോണം നിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഫഅലൈക്കുമുൻ നസ്ർ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കാനുള്ള ബാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം തടയപ്പെടാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കരകയറ്റവും നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തിരിച്ച് റബ്ബിന്റെ അടുക്കൽ നിന്ന് സഹായം കിട്ടാൻ, നമ്മുടെ കൂടെയുള്ള സമൂഹം നമ്മളെയും തിരിച്ചറിയാൻ അതിന് അനിവാര്യമാകുന്ന ഒന്നാകുന്നു ഇത്തരം സഹകരണ മനോഭാവം എന്ന് തീർച്ചയായിട്ടും സൂറത്തു അൽ അൻഫാൽ 72-ാമത്തെ ആയത്ത് വായിച്ചാൽ കിട്ടും. ഇനി 73-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിന് നിങ്ങൾ തുനിഞ്ഞിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് എടുത്തു വായിക്കേണ്ട ഒരു ഭാഗമാട്ടത്. അപ്പൊ ഇതേ കാര്യം പറഞ്ഞു നോക്കിയാൽ അങ്ങനെ ഞാൻ കിട്ടൂല. പക്ഷെ ആയത്തിൽ നിന്ന് നമ്മൾ കാര്യം ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ വായിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ചേർത്ത് വെച്ച് വായിച്ചാൽ കിട്ടുന്ന ഒരു പ്രയോഗമുണ്ട് അവിടെ. 73-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോളി, ഒന്നും ചെയ്യണില്ല. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ അനങ്ങാപ്പാറകളായിക്കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം, ഗുണത്തിനും ദോഷത്തിനും ഒക്കെ ഇല്ല എന്നൊക്കെ പറയില്ല നമ്മൾ. അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ അനുവാദം ഉണ്ടെന്നല്ല, പക്ഷെ അങ്ങനെ ആവാം. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോണെന്നറിയോ? ഭൂമിയിൽ അതിന്റെ പേരിൽ തന്നെ ഫിത്നകൾ ഉണ്ടാകുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന, ഒരുപാട് പരീക്ഷണിക്കപ്പെടുന്ന ഒരവസ്ഥകൾ ഉണ്ടാകുന്ന ആ ആയത്ത് അവസാനിപ്പിക്കുക അങ്ങനെ പറയുന്നുണ്ട്, വളരെ വ്യാപകമായിട്ടുള്ള വലിയ തോതിൽ ഫസാദുകൾ, കുഴപ്പങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടും, ഫിത്നകൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോ ഇതിന്റെ ഗുണം എന്ത്, ഇതിന്റെ പരിണതി, ഇതിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന പരിണതി എന്ത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തുകളിലൂടെ നമുക്ക് വായിച്ചാൽ കിട്ടുന്ന കുറെ കാര്യങ്ങൾ അവിടെയൊക്കെയുണ്ട്. ഹദീസുകളിലാവട്ടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ നന്മകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാകുന്നു. ഇനി ഇത്തരം ഒരു പരിശ്രമത്തിൽ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ കൈകോർത്ത് അതിനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു,
പറ്റാവുന്ന ആളുകളൊക്കെ പോയി, പറ്റാത്ത ആളുകൾ, അവിടെ പോകാൻ പറ്റാത്ത ആളുകൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടാകുന്നു. ഇനിയും ചിലപ്പോൾ ഉണ്ടായേക്കാം, ഉണ്ടാകാതിരിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ സംഭവിക്കാം, അത് ദുനിയാവിന്റെ ഒരു സത്യവുമാണ്. അങ്ങനെ സംഭവിച്ച് എല്ലാവരും പരിശ്രമത്തിന്റെ ഭാഗമായി കൊണ്ട് കൈകോർക്കുന്നു. അങ്ങനെ ഒരു കൈകോർത്തിട്ട് ഇതിന്റെ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വെച്ചോളി. ഇപ്പൊ കരള് പകുത്തു കൊടുക്കുന്നു. കരള് പകുത്തു കൊടുക്കുമ്പോൾ അതുകൊണ്ട് മാത്രമായില്ല, അതിന് വേണ്ട ചികിത്സക്ക് ആവശ്യമുണ്ട്, പണം ആവശ്യമുണ്ട്. അതിനുവേണ്ടി എല്ലാവരും കൂടിയും കൈകോർത്തു. നമ്മളെല്ലാവരും കൈകോർത്തിട്ട് ഉദ്ദേശിച്ച ഫലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യം മെഡിക്കൽ സയൻസിന്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കുക എന്ന് വിചാരിച്ചോളി. എന്നാൽ പോലും നമ്മുടെ പരിശ്രമം പാഴാകുന്നില്ല, അത് വെറുതെയാകുന്നില്ല. നമ്മൾ അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ള ഓരോ തരി പരിശ്രമങ്ങൾക്കും പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു കാര്യം നമ്മൾ ഈ വിഷയത്തിലൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം കൂടി, ദീനിയായിട്ടുള്ളൊരു പാഠം കൂടിയുണ്ട്. എന്ത് അസുഖം വരികയാണെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്കും കുട്ടികൾ എന്നുള്ള നിലക്കും ഇത്തരം കരൾ രോഗം പോലെയുള്ള അസുഖങ്ങളൊക്കെ പണ്ടൊക്കെ എന്താ കേൾക്കാറുള്ളത്? കരൾ രോഗം എന്തുകൊണ്ട് പിടിപെടുന്നു എന്നുള്ളിടത്ത് അത് കള്ളുടിക്കുന്ന മനുഷ്യന്മാർക്കാണ് കരൾ രോഗം ഉണ്ടാകല്. പണ്ടൊക്കെ അങ്ങനെയാണ് വായിച്ചിട്ടുള്ളായിരുന്നു. കള്ളുടിക്കുന്ന മനുഷ്യന്മാർക്കാണ് കരൾ രോഗം ഉണ്ടാകുക എന്നൊക്കെയായിരുന്നു നമ്മൾ പണ്ടൊക്കെ, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ കേൾക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇതിന്ന് വ്യാപകമാകുന്നു. അതേപോലെ ടൈപ്പ് 2 പ്രമേഹങ്ങള്, കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രമേഹങ്ങൾ, ഷുഗർ പിന്നെ അസുഖങ്ങള്, ഈ ഷുഗർ അസുഖങ്ങള് അധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളിൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത്യാദി വാർത്തകൾ നമ്മൾ ഇന്ന് ധാരാളമായി കേൾക്കുകയാണ്. നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? നമ്മൾ ഒന്ന് ദീനിയായിട്ടുള്ള ഒരു വലിയ പാഠം, ഇൻഷാ അല്ലാഹ് നമ്മൾക്കത് ആയത്ത് വെച്ചുകൊണ്ട് വഴിയെ പറയാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തൊയ്യിബാത്ത് ഉണ്ട്. അള്ളാഹു തൊയ്യിബാത്ത് തിന്നാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ തിന്നുന്ന തൊയ്യിബുകളായിരിക്കണം. പക്ഷെ നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങി കൊടുക്കണതോ അല്ലെങ്കിൽ അവർക്ക് വാങ്ങാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പണമായി കൊടുക്കുന്നതോ ആയിട്ട് എന്തെങ്കിലും മിഠായി വാങ്ങാൻ, വെള്ളം കുടിക്കാൻ വാങ്ങാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത്, അവര് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകുന്നു, ഒരു ബക്കാലയിൽ, ഒരു പലചരക്ക് കടയിൽ പോകുന്നു. അവിടെ ഫ്രിഡ്ജുകളിൽ തൂങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അടുക്കി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ബോട്ടിലുകൾ, 10 രൂപ കിട്ടുന്ന കുറെ ബോട്ടിലുകൾ ഉണ്ടല്ലോ, അത് വാങ്ങി കുടിക്കുകയാണ്. അത് വാങ്ങുമ്പോൾ അതിലുണ്ടാകുന്ന ഷുഗർ കണ്ടന്റിന്റെ, കെമിക്കലുകളുടെ പ്രതിപ്രവർത്തനങ്ങൾ അത് അവരുടെ കരളിനെ, കിഡ്നിയെ ഒക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധവൽക്കരണം ഈ വിഷയത്തിലൊക്കെ. ഇതൊക്കെ നമ്മൾ അത്തരം കണ്ടന്റുകൾ ഉൾക്കൊള്ളുന്ന ഈ ബോട്ടിലുകൾ വായിച്ചാൽ തന്നെ അതിൽ ഉൾക്കൊള്ളിച്ച കണ്ടന്റ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വായിക്കാൻ കിട്ടും. ഇതൊന്നും ശരീരത്തിന് നല്ലതല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾക്ക്, നമ്മുടെ മക്കൾക്ക് രുചികരമായി, ഈ രുചിയുടെ കാര്യം പറയുമ്പോൾ രുചിയുടെ പരിധി എത്ര? സമയപരിധി, അതിന്റെ സ്ഥലപരിധി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആകെ നാവിൽ വെച്ചിട്ട് ഇറക്കണത് വരെയുള്ള ഈ രുചിയുടെ ആയുസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ രുചിയുടെ പിന്നാലെയാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത്. രുചികരമായത് കിട്ടണം എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമുക്കുണ്ടാകണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലെ തന്നെ, നിങ്ങൾ തിന്നേണ്ടത് തൊയ്യിബായിരിക്കണം, കുലു, നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ഹലാലായിരിക്കണം, തൊയ്യിബായിരിക്കണം എന്നൊക്കെ പറയും. ഹലാല് മാത്രമായാൽ പോരാ, പിന്നെ തൊയ്യിബും കൂടി ആകണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഒരുപാടില്ല. അതില് തൊയ്യിബ് തിന്നിട്ടില്ല എങ്കിൽ, ഭക്ഷിച്ചിട്ടില്ല എങ്കിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് എന്ന് സൂറത്ത് ത്വാഹയിലേക്ക് ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത്, നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നിടത്ത്, ഇന്ന് നമ്മുടെ മക്കൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ ഉമ്മ സ്നേഹത്തിൽ ചാലിച്ചുണ്ടാക്കിയ ഭക്ഷണത്തോടുണ്ടാകുന്ന പ്രിയത്തേക്കാൾ അവർക്ക് ടേസ്റ്റ് തേടിക്കൊണ്ട് പോകുമ്പോൾ പുറത്തിറങ്ങിയാൽ കിട്ടുന്ന ഭക്ഷണത്തോടാണ് ഉണ്ടാവുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇനി പുറത്തുപോയി ഭക്ഷണം കഴിക്കേണ്ട ഒന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വേണം. പരിധി ഇല്ല എങ്കിൽ അത് പ്രതിപ്രവർത്തനമായി കൊണ്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കും, ഓർഗൻസിനെ ബാധിക്കും, അവയവങ്ങളെ ബാധിക്കും. അസുഖങ്ങൾ ദൂരവ്യാപകമായ രീതിയിൽ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കൈകോർക്കേണ്ടതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇനിയും സംസാരിക്കുകയും വേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ദുരന്തങ്ങളായിക്കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് കൂട്ടത്തിൽ പറയേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യന്റെയും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരാൾക്കും അങ്ങനെ സ്ഥിരമായിട്ട് എനിക്കിന്റെ ആരോഗ്യം ജീവിതകാലം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും, നമുക്ക് ആർക്കാ ഉറപ്പറിയാൻ പറ്റും? അങ്ങനെയൊന്നും ഇല്ലല്ലോ.
എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അസുഖങ്ങൾ വരും. പക്ഷെ എന്നാൽ പോലും വരുമെങ്കിൽ പിന്നെ വന്നോട്ടെ എന്ന് മുന്നോട്ട് പോകാൻ പറ്റും? അതും പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടത്ത് നിൽക്കണം. അതിക്രമം പാടില്ല, സ്വന്തത്തോട് പാടില്ല, സമൂഹത്തോട് പാടില്ല. ലാ ദററ വലാ ദിറാർ എന്നൊക്കെ ഹദീസ് എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ സ്വന്തം ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല, മറ്റുള്ളവർക്ക് നമ്മുടെ ഇടപെടലുകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാനും പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇത്തരം ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദുർബലത എത്രമാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടേണ്ട മാറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുനിയാവിലെ ജീവിതം എന്നും താൽക്കാലികമാണ്. അത് താൽക്കാലികമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞതിൻ്റെയൊക്കെ ആറ്റിക്കുറുക്കി കൊണ്ടെത്തിക്കുന്നിടയാണ്. നമ്മൾ പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതം എപ്പോഴും ഉണ്ടാവണം. അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് ചിന്തിക്കുന്നവരാകണം. എൻ്റെ ദുനിയാവിൻ്റെ ജീവിതം എനിക്ക് ആരോഗ്യത്തോടു കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അത്രയും പരമാവധി ആരോഗ്യത്തിൽ ക്ഷയം സംഭവിച്ചു കഴിഞ്ഞാലും എണീറ്റ് നിൽക്കാനും റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോകാനും അതേപോലെ തന്നെ ആയുസ്സിൽ നന്മകൾ എത്രത്തോളം ചെയ്യാൻ പറ്റോ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയും റബ്ബിലേക്ക് യാത്രയാകാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് എനിക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് സൗഖ്യം കിട്ടണം എന്ന് പ്രാർത്ഥിക്കാൻ തക്കതായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ആ രീതി പറയുമ്പോൾ തന്നെ എങ്ങനെ ഇടപെടൽ ഉണ്ടാവണം എന്നിത്യാദി കാര്യങ്ങൾക്കൊക്കെയും ഉത്തരം നമുക്ക് കിട്ടും എന്നുള്ളത് കൂടി കണ്ടാണ് ആ ഭാഗം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ഇനി ഇതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു സംഭവത്തിലേക്ക്, ആ രണ്ടാമത്തെ സംഭവങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ സംഭവം, രോഗം വന്ന് ഒരു വേള ജീവിതം തന്നെ തീർന്നേക്കുമോ എന്നുള്ളിടത്ത് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ആ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും സുഭദ്രമാകുന്ന തരത്തിലേക്ക് റബ്ബിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. രണ്ടാമത്തെ സംഭവം, കഴിഞ്ഞ ആഴ്ചയിൽ ഒക്കെ അതിങ്ങനെ നമ്മുടെയൊക്കെ മനസ്സുകൾ വല്ലാതെ നിറഞ്ഞു നിന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ആ കുഞ്ഞിന്റെ ജനാസ നമസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തത്. ഇവിടെ ഉണ്ടായ ഒരു അപകടമാണ്, ഒരു ഓട്ടോറിക്ഷ അപകടമാണ്. ഇതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് ഓട്ടോയിൽ കയറിയ കുട്ടിയല്ല. ഒരസുഖം കുട്ടിക്കില്ല, ഒരു പ്രയാസമില്ല, സന്തോഷത്തോടുകൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് സൂറത്ത് തക്വീറിലൊക്കെ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ ആ ആയത്തിനെ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിക്കും, നമ്മൾ വേറൊരു കാര്യം തീരുമാനിക്കും. പക്ഷെ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നടക്കാൻ പോണത് എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് ആ ആയത്ത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കുട്ടിയുടെ കാര്യത്തിൽ രണ്ട് കുട്ടികളുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ കിട്ടേണ്ട ഒരു വലിയ പാഠം, ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വേള ജീവിതം അവസാനിക്കുന്നിടത്തേക്ക് അങ്ങനെ ചിന്തിക്കുന്നും കൂടി ഉണ്ടാവില്ല, ഈ യാത്ര എന്റെ ജീവിതത്തിന്റെ അവസാനത്തേതായിരിക്കും എന്ന് ചിന്തിക്കുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രായം അവസാനത്തിനൊരു ഘടകമായി കൊണ്ട് കണക്കാക്കും, രോഗം ജീവിതം അവസാനിക്കാനുള്ള ഒരു ഘടകമായി കൊണ്ട് കണക്കാക്കും. അതൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. മറിച്ച് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു പ്രയാസമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നുള്ളത് ഈ രണ്ട് സംഭവങ്ങളും ഓരോ തരത്തിലുള്ള പാഠങ്ങൾ നമുക്ക് നൽകുന്നു. നമ്മുടെ ഇടപെടലുകൾ എങ്ങനെ ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലികുല്ലി ഉമ്മത്തിൻ അജലുൻ, എല്ലാ സമുദായത്തിനും സമൂഹങ്ങൾക്കും ഉമ്മത്തിനും ഒരു അജലുണ്ട്. അള്ളാഹു ഒരു അവധി വെച്ചിട്ടുണ്ട്, എല്ലാറ്റിനും അവധി. അവനവന്റെ എന്നാണ് അവനവൻ തീരുക എന്നുള്ളതിന് അവധിയുണ്ട്. ഇപ്പോൾ തുടർന്നു പോകുന്ന അവസ്ഥകളിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു അവസ്ഥയിലേക്ക് അവൻ മാറി മറിയുന്ന വിഷയത്തിന് അവധിയുണ്ട്, ആരോഗ്യത്തിന് അവധിയുണ്ട്, ബന്ധങ്ങൾക്ക് അവധിയുണ്ട്, എല്ലാറ്റിനും റബ്ബിന്റെ അടുക്കൽ അവധിയുണ്ട്. റബ്ബ് തീരുമാനിച്ച ആ അവധി എത്തിക്കഴിഞ്ഞാൽ, അജൽ എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗമുണ്ടല്ലോ, അവിടേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖ്ദിമൂന സഅതൻ വലാ യസ്തഅഖിറൂൻ, ഒരു തരി സമയം അങ്ങോട്ടുമില്ല ഒരു ഇങ്ങോട്ടുമില്ലാത്ത വണ്ണം ആ സമയം എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കേണ്ടത് സംഭവിച്ചിട്ടുണ്ടാകുന്നു. ഇതാണ് നമ്മൾ ആത്യന്തികമായി എപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓർക്കേണ്ട ഒരു പാഠം. അപ്പൊ പിന്നെ അങ്ങനെ ഓർമ്മ ഉണ്ട് എങ്കിൽ പിന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും.
ഏത് സംഭവങ്ങളും അങ്ങനെ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടും ചേർത്ത് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. സൂറത്തുൽ അഅറാഫിലെ 31-ാമത്തെ ആയത്തെടുത്ത് വായിച്ചു നോക്കുക. 32, 33, 34 ആയത്തുകൾ തുടർന്ന് 35-ാമത്തെ ആയത്തും കൂടി ചേർത്ത് വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കുക. കിട്ടുന്ന പാഠം എന്താണെന്നറിയോ? വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യ ഭാഗത്ത് അല്ലാഹു പറയുന്നു, അല്ലാഹു അനുവദിച്ചത് നിഷിദ്ധമാക്കാൻ ഒരാൾക്കും അവകാശമല്ല. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി എന്ന് തുടങ്ങുന്ന ആ ആയത്തിലൂടെ അക്കാര്യം സംസാരിക്കുന്നു അഅറാഫിലെ സൂറത്തിലെ. എന്നിട്ട് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. അപ്പൊ നിഷിദ്ധമാക്കാത്ത കാര്യങ്ങളാകുന്നു തോനുള്ളത്. നിഷിദ്ധമാക്കിയ കാര്യങ്ങളാകട്ടെ നമ്മളെ ദ്രോഹിക്കുന്നത്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അള്ളാഹു പറയുന്നു, ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ, അധർമ്മങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അത് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ അധർമ്മങ്ങളൊക്കെയും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായ കയ്യേറ്റങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഈ അന്യായമായ കയ്യേറ്റം എന്ന് വായിക്കുമ്പോൾ നമ്മളോട് കാണിക്കുന്ന കയ്യേറ്റം അതിൽ പെടൂലേ? വേറെ ഒരാളുടെ ഭൂമി കയ്യേറുന്നതിനെ കുറിച്ച് മാത്രമൊന്നുമല്ലല്ലോ ഉണ്ടാവുക, വേറെ ആളുടെ ആരോഗ്യത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമല്ലല്ലോ ഉണ്ടാവുക. അതിന്റെ മുൻപിൽ ഞാൻ എന്റെ ആരോഗ്യം കയ്യേറുന്ന വിഷയത്തിൽ ഉണ്ടാകുന്ന പ്രയോഗം കൂടി എന്നുള്ള ആയത്ത് നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കയ്യേറാൻ പാടില്ല. അവനവന്റെ കാര്യത്തിൽ ഒരു മിതത്വം, ഭക്ഷണം കഴിക്കുന്നിടത്ത്, ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നിടത്ത് എന്ത് വിഷയത്തിലും ഒരു മിതത്വം ഉണ്ടാകണം. അതേപോലെ തന്നെ വിശ്വാസപരമായ വിശുദ്ധി ഉണ്ടാകണം. നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യം പറയുമ്പോൾ അള്ളാഹു ഒരു തെളിവും ഇല്ലാത്തവണ്ണം ശിർക്ക് ചെയ്യാൻ ഒരു തെളിവില്ലല്ലോ, അതുകൊണ്ട് ശിർക്ക് ചെയ്യാനും പാടില്ല എന്നും ആയത്തിൽ പറയുകയും അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യം സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവധി നിശ്ചയിച്ചതിനെ സംസാരിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു മിതമായ ജീവിത രീതി അത് അള്ളാഹു നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നു. നമ്മൾ അതിക്രമം നമ്മോട് കാണിക്കാൻ പാടില്ല, സമൂഹത്തോട് കാണിക്കാൻ പാടില്ല, മറ്റൊരാൾ കാണിക്കാൻ പാടില്ല. അള്ളാഹു എല്ലാവർക്കും സന്തുലനമായ സമാധാനപൂർണമായ ഒരു ജീവിതത്തിന് വേണ്ട എല്ലാ അധ്യാപനങ്ങളും നൽകിയിട്ടുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്യന്തികമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട, എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും ഈ ദുനിയാവിലെ ജീവിതത്തിന്, നമ്മുടെ ബന്ധങ്ങൾക്ക്, നമ്മുടെ ആരോഗ്യങ്ങൾക്ക്, നമ്മുടെ തന്നെയും ജീവിതത്തിന് ഒരു അവധിയുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ നൽകിക്കൊണ്ട് ആയത്തിന്റെ ആ ഭാഗം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് വായിക്കുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന കൃത്യമായ അധ്യാപനങ്ങളാണ്. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ടുള്ള ജീവിതത്തിൽ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കെൽപ്പും നല്ല മനസ്സും ഈമാനും തഖ്വയും അല്ലാഹു നമുക്കെല്ലാവർക്കും, അല്ലാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിന്റെ ആശയം വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇനിയും ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ്: ഭൂമിയിലെ നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ നിശ്ചയത്തിനനുസരിച്ച് തന്നെയാണ്. അതുകൊണ്ട് റബ്ബിന്റെ നിശ്ചയം അനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഈ ഭൂമിയിലെ ജീവിതത്തിൽ അഹങ്കരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദുനിയാവില് നമുക്കൊക്കെ കുറച്ചൊക്കെ പുരോഗതി ഉണ്ട്, ജീവിത പുരോഗതി ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയ പോലൊന്നുമല്ല. എന്നാ പിന്നെ എന്തു ആകാ എന്നുള്ള നിലക്ക് ചിന്തിക്കുന്നതിന് പകരം അഹങ്കാരം പൂർണ്ണമായിട്ടും വെടിഞ്ഞിട്ട് റബ്ബിന് ശുക്റുബോധം നിറക്കുന്ന ഒരു മനസ്സ് അത് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണം. അതൊരു തിരിച്ചറിവായിക്കൊണ്ട് നമ്മളുടെ മുൻപിലേക്ക് എത്തിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പാഠമാകണം. അതേപോലെ തന്നെ എന്ത് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും ക്ഷമയോടുകൂടി അതിജീവിക്കാൻ കരുത്ത് നേടുന്നവരാകണം വിശ്വാസികൾ. ഈ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ അനുഭവ പാഠങ്ങളായിക്കൊണ്ട് ഉൾക്കൊള്ളാൻ തക്കതായതാകുന്നു നമ്മുടെ മുൻപിലേക്ക് തെളിയുന്ന ഇത്തരം സംഭവങ്ങൾ. അതേപോലെ തന്നെ എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ ആ നഷ്ടങ്ങളിൽ തകർന്നു പോവുക എന്നുള്ളതല്ല ഉണ്ടാകേണ്ടത്. തകർന്നു പോകാൻ പാടില്ലെന്ന് മാത്രമല്ല,
ആരെങ്കിലും തകർന്നു പോകുമോ എന്നുള്ളിടത്ത് കൈകോർത്ത് നിൽക്കാനും ചേർന്ന് നിൽക്കാനും എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ കൂടി അവിടെ ഓർമ്മിപ്പിക്കുന്നു. മാത്രവുമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെങ്കിലും നേട്ടങ്ങൾ നൽകിയാൽ, വിജയങ്ങൾ നൽകിയാൽ അതിൻ്റെ ഒന്നും പേരിൽ ഇങ്ങനെ അമിതമായി ആഹ്ലാദിക്കാനൊന്നും നമുക്ക് ആർക്കും ഒരു അവകാശമില്ല. അത് നമുക്ക് കഴിയൂല, പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അള്ളാഹു നൽകുന്നു. ഒരായത്തിന്റെ ഒരു ചെറിയ ഭാഗം കൂടി, ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. ഇത് ഓർത്തു വെച്ചാൽ മതി. ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. നമ്മളൊക്കെ നമ്മുടെ കാര്യത്തിൽ ഓരോന്നും കണക്ക് കൂട്ടും, എൻ്റെ ഇൽമനുസരിച്ച്, നമ്മുടെ അറിവനുസരിച്ച് കണക്ക് കൂട്ടും. പക്ഷേ നമ്മുടെയൊക്കെ അപ്പുറത്ത് അറിവുള്ള ഒരുത്തനുണ്ട് എന്ന ഒരു ബോധത്തോടു കൂടി ജീവിതത്തെ ആ ഒരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. അള്ളാഹുവേ, നീ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതൊക്കെ അർത്ഥത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ അവർക്കൊക്കെയും പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റവും മോചനവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനും സംരക്ഷകനുമായ നാഥ, ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മുൻപേ വട പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അങ്ങനെ ഓരോരുത്തരും നാഥ, അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ദുനിയാവിൽ നിന്ന് ഞങ്ങൾ കണ്ട് കൊതി തീരാത്ത വണ്ണം ഞങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോയ, കൂടെ ജീവിച്ചിട്ടും കൊതി തീരാത്ത വണ്ണം ഞങ്ങളിൽ നിന്ന് ഇതിനു മുമ്പേ വേർപ്പെട്ടു പോയവരായി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, അവരെ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, കടബാധ്യതകളെ കൊണ്ട് കുടുങ്ങിയവർക്ക് കടങ്ങളിൽ നിന്ന് മുക്തമായൊരു ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين والحمد لله رب العالمين.